ഇരുമ്പമ്പുളി ഇട്ട് വെച്ച മത്തിക്കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. കറിക്ക് വേണ്ട ഇരുമ്പമ്പുളിയും മത്തിയും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരമുറിയിൽ താഴെയുള്ള തേങ്ങയേ ഉള്ളൂ, പൊട്ടിച്ചപ്പോൾ കഴന്നു പോയതാ. ഇത് നമുക്ക് ചെറുതായി നുറുക്കി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. കറിയിലേക്ക് ചേർക്കുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. കഴുകി വൃത്തിയാക്കിയ ചട്ടിയിലേക്ക് നമുക്ക് ജാറിൽ അരപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ വെള്ളം ജാറിലേക്ക് ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഴുകി അരിഞ്ഞു വെച്ച ഇരുമ്പമ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചതച്ചെടുത്ത ചുവന്നുള്ളിയും ഇഞ്ചിയും പിന്നെ ഒരു കുഞ്ഞ് 2 കഷ്ണം കുടംപുളിയും 3 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടുപ്പിലേക്ക് മാറ്റാം. സ്റ്റവ് ഓൺ ചെയ്ത് കറി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളക്കട്ടെ. കറി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് മത്തി ചേർത്ത് കൊടുക്കാം. സിമ്പിൾ റെസിപ്പി, പക്ഷേ ടേസ്റ്റ് അടിപൊളിയാട്ടോ. ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മത്തി മാത്രമല്ല, അയല, കൊഴുവ, ചെമ്മീൻ, ഏത് മീനിലും ഇരുമ്പമ്പുളി ചേർത്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഈ കുറച്ച് ഭാഗം മാത്രം തുറന്നു വെച്ചിട്ട് മീഡിയം തീയിൽ ഒന്ന് നന്നായി തിളക്കട്ടെ. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് മൂടി തുറന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ ആയാലും മതി, അത്രയും വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ടേബിൾ സ്പൂണിന് പകരം ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി തവി കൊണ്ട് ഇളക്കരുത്. ഇതാ ഇങ്ങനെ തുണി കൂട്ടി പിടിച്ചിട്ട് ചുറ്റിക്കുക മാത്രമേ ചെയ്യാവൂ, അല്ലെങ്കിൽ മത്തിയൊക്കെ 4 കഷ്ണമായി പോകും. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതിനിടയ്ക്ക് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അടി പിടിക്കരുത്, കാരണം കറി തിക്കാവുകയാണല്ലോ. ഏകദേശം 10 മിനിറ്റോളമായി. മത്തിക്കും ഇരുമ്പമ്പുളിക്കും അധികം വേവില്ലാത്തത് കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ കറിയാവും. ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എങ്ങനെ ട്രൈ ചെയ്യുമല്ലോ. മത്തിക്കും ഇരുമ്പമ്പുളിക്കും ഒക്കെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്